ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു എംപവേർഡ് ജേണീസ് വിത്ത് പി കെ. ഇന്ന് നമ്മൾ യൂബ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഫൗണ്ടർ ആൻഡ് സിഇഒ ആയ ഉബൈർ സിദ്ദിഖിൻ്റെ അടുത്താണ്. അപ്പം ഉബൈർ സിദ്ദിഖ് ബ്രോൻ്റെ അടുത്ത് നമുക്ക് അവരുടെ ട്രാവലും വിശേഷങ്ങളും ബിസിനസ് യാത്രകളും ഒക്കെ അറിയാം. ഞങ്ങൾ ഇൻ്റർവ്യൂ നടത്തുന്നതിന് മുമ്പ് തന്നെ കുറേ കാര്യങ്ങൾ അറിഞ്ഞ് നമ്മൾ വണ്ടറായി നിൽക്കുകയാണ്. സോ നമുക്ക് ഇക്കനെ വെൽക്കം ചെയ്യാം. വെൽക്കം ടു എംപവേർഡ് ജേണീസ് വിത്ത് പി കെ. താങ്ക് യു. ഇക്കാം അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സാധാരണ ആളുകൾ ഇങ്ങനെ മെസ്സേജ് പിടിച്ചിട്ട് നിങ്ങളത് ചെയ്തോ ഇത് ചെയ്തോ അങ്ങനെയുള്ളൊരു ഇൻ്റർവ്യൂ അല്ലാതെ നമ്മളെ പോലെ ഇപ്പം ഞാനടക്കമുള്ള എന്നെപ്പോലുള്ള പുതിയ ഫൗണ്ടേഴ്സിനും ആൾക്കാർക്ക് മോട്ടിവേറ്റ് ആവുന്ന രീതിയിൽ നിങ്ങളെ ട്രാവൽ നിങ്ങളെ യാത്രകൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നത്. പറയുക എങ്ങനെയായിരുന്നു നമ്മൾ ആരംഭം? നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ പോലത്തെ യുവാക്കൾ ഈ ഇൻ്റർവ്യൂ എടുക്കാൻ വരുന്നത് കൊണ്ടും നമുക്ക് വളരെ സന്തോഷം. കാരണം എന്താ അറിയാം, മറ്റുള്ള യുവാക്കളിലേക്കും അല്ല മറ്റുള്ള ആളുകളിലേക്കും നമ്മളെ ഒരു കാര്യം അറിയിക്കുന്നതിലുപരി അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ പല ആളുകളുടെയും സക്സസ്ഫുള്ള് കാണുന്ന വ്യക്തിയാണ്. പല ആളുകളുടെയും സക്സസ്ഫുള്ളും പല ആളുകളുടെയും ജീവിതത്തിലുള്ള അവർ കൊണ്ടുവന്ന വിജയത്തിനേക്കുള്ള രഹസ്യങ്ങളൊക്കെ നമ്മൾ അവരോട് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. അതെല്ലാ ആളുകളും ചിലപ്പോൾ എന്താകില്ല, തുറന്ന് പറയൂല. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറഞ്ഞ പോലെ ഒരു മസിൽ പിടിച്ചുകൊണ്ട് ഒരു സൂട്ട് ആൻഡ് കോട്ടൊക്കെ ഇട്ട് നമ്മളിരുന്നു കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അതല്ല. നമ്മളൊരു കാഷ്വലായിട്ട് നമ്മളെ യുവാക്കൾ നമ്മളെ യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത് ഇപ്പോൾ നമ്മളൊക്കെ പോലുള്ള അല്ലെങ്കിൽ നമ്മളെക്കാളും ചെറിയ അനിയന്മാരോടും മറ്റുള്ള ആളുകളോടൊക്കെ നമ്മളെ കാര്യങ്ങൾ നമ്മളെ ലൈഫിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ചിലപ്പം അവർക്ക് ഉപകാരപ്പെടുന്നൊരു കാര്യമാവാം. നമ്മൾ സ്ട്രഗിൾ ചെയ്തതും അതുപോലെ നമ്മൾ സക്സസ് പീരീഡിൽ എത്തിയതും അല്ലെങ്കിൽ നമ്മളെ വിജയത്തിന് ഇപ്പം അൽഹംദുലില്ലാ എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ 30-31 വയസ്സിൻ്റെ ഇടയിൽ ഈ ഒരു സെഗ്മെൻറ്റിലെത്തിയത് അൽഹംദുലില്ലാ, ഐം ഫൈൻ വിത്ത് ദാറ്റ്. ഓക്കെ. അപ്പം അത് ചില ആളുകൾക്ക് ചിലപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ഒരു കാര്യം, ഒരു ഇൻഫർമേഷൻ, അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ അനുഭവിച്ചതാവാം, ചിലപ്പം അവരിനി അനുഭവിക്കാൻ പോകുന്നതാവാം, ചിലപ്പം ഇനി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാവാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടെ പറയുമ്പോൾ അവർക്ക് ചിലപ്പം ആ ആ ദുരനുഭവത്തിൽ നിന്നും മാറിയിട്ട് അവർക്ക് സക്സസ് ആവാനുള്ള ചിലപ്പം ഒരു മോട്ടീവ് ആവാം, അല്ലെങ്കിൽ അവർക്കൊരു ഇൻഫർമേഷൻ ആവാം. അപ്പോൾ ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഞാനും നിങ്ങൾ പറഞ്ഞ ഒരു ഇൻ്റർവ്യൂ ആണ്, ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളും തയ്യാറായത്. അപ്പം എന്തായാലും നല്ല കാര്യം. അത് നിങ്ങൾ പറഞ്ഞപ്പോൾ അല്ലേ ഇതുപോലെ ഞാൻ ഇങ്ങനെ ഇൻ്റർവ്യൂസ് എടുക്കുമ്പോഴേ ഇപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടാണല്ലോ ഇതിന് വരുന്നത്. അപ്പോൾ ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ പറയുന്ന ഓപ്പോസിറ്റ് എന്ന് പറയുന്ന ഫൗണ്ടേഴ്സ് പറയുന്ന കാര്യങ്ങൾ എടുക്കുമ്പോൾ ശരിയാണല്ലോ, എന്നാൽ എൻ്റെ ബിസിനസ്സിൽ എനിക്ക് നാളെ മുതൽ അപ്ലൈ ചെയ്യാലോ, അല്ലെങ്കിൽ ഈ കാര്യം നമുക്ക് അപ്ലൈ ചെയ്യാലോ എന്ന് തോന്നും. ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ എനിക്കതിൽ മനസ്സിലായി. നിങ്ങൾ തൊട്ടുമ്പോൾ പറയണ്ടായി നമ്മളൊരു ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് സക്സസ് ആവാനുള്ളൊരു മോട്ടീവായിട്ട് പോകരുത്, നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ശ്രദ്ധിച്ച് വേണം പോകാനൊക്കെ. അപ്പം ചില സമയങ്ങളിൽ ഞാൻ ചിന്തിക്കാറുണ്ട് എനിക്കത് പെട്ടെന്ന് നേടാൻ പറ്റും, അതങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. സോ ഇന്നു മുതൽ അതൊക്കെ ഒന്ന് റീവർക്ക് ചെയ്യണം എന്നുള്ള സാധനമൊക്കെ നമുക്ക് അല്ലേ. എന്താ പറയുക, മെയിനായിട്ടുള്ള പ്രശ്നം ഞാൻ അടക്കമുള്ള യുവാക്കൾ നമ്മളൊക്കെ ചെറിയ ആ സമയം മുതൽ ഡ്രീം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് എന്താക്കുന്നത്, ബിസിനസ്സിലേക്ക് എൻ്റർ ആവുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിച്ചിട്ട് എന്താക്കും എന്നുള്ള ചിന്താഗതിയൊന്നും വലിയ ഇല്ലാത്തതുകൊണ്ട് ബിസിനസ് ചെയ്യാം എന്ന മോട്ടീവിലൂടെയാണ് നമ്മൾ ഇറങ്ങിയത്. ഒരുപാട് സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഒരുപാട് ബിസിനസ്സുകൾ ഇന്നിപ്പം 6-7 കൺട്രീസിൽ നമ്മളെ ബിസിനസ്സുകളായി. പിന്നെ 1000-ഓളം അധികം 10-600 ആളുകൾ മുതൽ നമ്മളെ പെർമനൻറ്റ് സ്റ്റാഫും അല്ലാണ്ടുള്ള സ്റ്റാഫുകളും സബ് എടുക്കുന്ന സ്റ്റാഫുകളൊക്കെ കൂടെ ഒരു 1000 അടുത്ത് ഏകദേശം നമുക്ക് ഉണ്ടാവും. ഇന്നിപ്പോൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കൊണ്ടുവന്ന ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇത്രയും ടേൺ ഓവറും ഇത്രയും ആസ്തിയിലേക്ക് എത്താൻ കാരണം ഉണ്ടായ നമ്മളെ ഹാർഡ് വർക്കാണ്. ഇപ്പോൾ എനിക്ക് എൻ്റെ യങ്സ്റ്റേഴ്സിനോടും നമ്മളെ അനിയന്മാരോടും അനിയത്തിമാരോടൊക്കെ പറയാനുള്ളൊരു ഒറ്റ കാര്യം ഒന്നേ ഉള്ളൂ. നമ്മളെല്ലാവരും മറ്റുള്ളവരെ ലൈഫ് കണ്ട് നമ്മൾ ഇൻസ്പയർ ആവും. പക്ഷെ അതൊക്കെ നമുക്ക് ഈസി ക്യാൻ ഗെറ്റ് എന്നുള്ള ആ ഒരു ഫീലിലേക്കാണ് നമ്മളെല്ലാവരും, ഈ ഞാൻ അടക്കമുള്ള ആളുകളൊക്കെ അതായിരുന്നു നമ്മളെ മോട്ടീവ്. നെക്സ്റ്റ് ഡേ വി ക്യാൻ ഡൂ ദാറ്റ്, വി ക്യാൻ ബൈ ദാറ്റ് എന്നുള്ള ആ ഒരു മോട്ടീവിലാണ് നമ്മൾ പോവുക. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മാനേജിങ് പവർ, അതായത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നമ്മളെ കൊണ്ടത് മാനേജ് ചെയ്ത് അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിൻ്റെ ഒരാൾ അഭാവത്തിൽ നമ്മളവിടെ സ്റ്റക്കായി പോവും, നമുക്കതിന് റീപ്ലേസ് ചെയ്യാൻ പറ്റൂല എന്ന സിറ്റുവേഷൻ എത്തിക്കഴിയുമ്പോഴാണ് നമ്മളെന്താവുക, മെൻ്റലി സ്ട്രെസ് ആവുക. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതലും വേണ്ട ഒരു കാര്യം മൈൻഡ് പീസ്ഫുള്ളായി, അതായത് മെൻ്റൽ നമ്മൾ സ്റ്റേബിളാണ്, നമ്മൾ ഫിസിക്കലി സ്റ്റേബിൾ ആണെങ്കിൽ വി ക്യാൻ ഡു എനിത്തിങ്. അതാണ് ഞാൻ പഠിച്ചൊരു സാധനം. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മൈൻഡ് റീഫ്രഷ് ഇല്ലാതെ നമുക്ക് ഒരു ടെൻഷനും കാര്യങ്ങളാണ് നമ്മളെ ബിസിനസ്സിനെ ബാധിക്കും. അത് ബാധിക്കുന്നതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 തിങ്സാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ ഇവിടെ ഏറ്റവും കൂടുതലും യങ്സ്റ്റേഴ്സ് ഞാൻ പറഞ്ഞ പോലെ സ്വപ്നങ്ങളുടെ ബേക്കിലേക്കാണ് എല്ലാവരും ഓടുന്നത്.
എല്ലാവരും ഇപ്പം ഞാൻ ഇൻക്ലൂഡഡ് മീ ഓക്കെ എല്ലാവരും സ്വപ്നങ്ങളുടെ ബേക്കിലേക്ക് ഓടുക. ഈ സ്വപ്നങ്ങളുടെ ബേക്കിലേക്ക് ഓടുമ്പോൾ ഈ സ്വപ്നങ്ങൾ നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കും, നമ്മളെ കുഴിയിലേക്ക് എത്തിക്കും. അതിൻ്റെ ഒരു വിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വപ്നം നമ്മൾ കണ്ടുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ടേക്ക് എ ടൈം. ഇപ്പോൾ ഈ കാണുന്ന ഞാനൊരു വർഷം കൊണ്ട് ഉണ്ടാക്കിയ സംരംഭമല്ല. ഞാൻ എൻ്റെ 8ാം ക്ലാസ് മുതൽ എന്ന് പറയുമ്പോൾ ഒരാൾ ഇന്ന് നമ്മളൊരു ജനറേഷനിലെ ഒരാളുകൾ ജോബ് ചെയ്യാൻ തുടങ്ങുന്നൊരു കാലം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ തുടങ്ങുന്ന കാലം എന്ന് വെച്ചാൽ ഒരു 25ൻ്റെ ശേഷമാണ് അയാൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യാം ഇനി എന്ത് ചെയ്യും അത് വരെയും ഫ്ലൈയിങ് ആണ്, ലൈക്ക് ഫ്രീ ബേർഡാണ്. അച്ഛൻ്റെ അടുത്തുനിന്നോ ഉപ്പേൻ്റെ അടുത്തുനിന്നൊക്കെ പൈസയൊക്കെ വാങ്ങിച്ച് കാര്യങ്ങളൊക്കെ നടന്ന് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയം മുതൽ എൻ്റെ ബിസിനസ്സിൻ്റെ ജേർണിയാണ്. ഓക്കെ, പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 8ാം ക്ലാസ് പഠിക്കുന്ന ഒരാൾ 2 ചെരുപ്പിൻ്റെ കവറുകൾ തൂക്കിപ്പോയി ഇന്ന് ഈ കാണുന്ന സ്ഥലത്തെത്തി. ഈ പറഞ്ഞ 1000ഓളം ആളുകളെ വർക്കിന് കയറ്റാൻ എനിക്ക് പറ്റിയ എൻ്റെ ഹാർഡ് വർക്ക് ഉണ്ടാകും. ഞാൻ ആ സമയത്ത് ഈ വർക്ക് കിട്ടുന്ന ലാഭം വെച്ച് ഞാൻ എൻജോയ് ചെയ്ത് അത് വേറൊന്നിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ്ടോ വേറൊരു കാര്യം ചെയ്യാതെ എനിക്ക് അന്നേരം ലൈഫ് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരിക്കും. പക്ഷേ ഞാൻ സക്സസ് ആവാൻ വീണ്ടും അതായത് ഇപ്പം നമ്മളെ യങ്സ്റ്റേഴ്സിന് ഈ ഒരു 18 വയസ്സ് അല്ലെങ്കിൽ ആ ശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. നമ്മൾ എന്തും വി ക്യാൻ ഡൂ ദാറ്റ്. അതായത് ഒരു 40 വയസ്സുള്ള ഒരാൾക്ക് തളർച്ച ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും, അയാളെ മൈൻഡ് നമ്മളെ പോലെ ഷാർപ്പാവില്ല, പെട്ടെന്ന് ഷാർപ്പാവില്ല എന്നല്ല പല ആളുകളുണ്ടാവും. എന്നാലും നമുക്ക് കൂടുതൽ നമ്മൾ എനർജറ്റിക്കാണ്. ആ ഈ എനർജറ്റിക് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യൂല, ആളുകൾ എൻജോയ്മെൻറ്റ് ലെവലിലേക്കും അല്ലെങ്കിൽ വേറെ എന്താ പറയുക അവരൊരു എൻ്റർടൈൻമെൻറ്റ് ലെവലിലേക്ക് മാത്രം പോകും. അന്നേരത്തെ സമയത്ത് നമ്മളൊക്കെ ആ ബിസിനസ്സിൻ്റെ ഒരു കാര്യമായിരുന്നു എന്താക്കിയത് ചെയ്യാൻ നിന്നത്. ഓക്കെ, അപ്പം ഈ പറയുന്ന യുവാക്കളോട് നമ്മൾ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോഹത്തിൻ്റെ ബേക്കിലേക്ക് പോകുമ്പോൾ പല ആളുകളും നമുക്ക് പല ഓഫേഴ്സ് തരും. അങ്ങനെ ഉള്ള കാര്യങ്ങളും ബിസിനസ്സുകളും ഒക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അച്ചീവ് ചെയ്യാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ എന്താക്കും, അത് നമ്മൾ വിചാരിച്ച പോലെ സക്സസ്ഫുൾ ആകില്ല. ഇവിടെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ നടക്കാതെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മെൻ്റലി ഡൗൺ ആവുന്നതോടെ ഒരു സംരംഭം തകരാൻ അത്രയേ വേണ്ടു. പിന്നെ എല്ലാവരുടെ എന്നല്ല, ഒരുവിധം ആളുകളൊക്കെ ഞാൻ തകർച്ച കണ്ടുവന്ന ഒരാളുകളൊക്കെ ഒരു ബിസിനസ്സിൻ്റെ അകത്തുനിന്ന് ഒരു ഇൻകം ജനറേറ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ആ ഇൻകം എടുത്തിട്ട് കാറുകൾ, വീടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതോടെ ഇവർ എക്സ്പെക്റ്റ് ചെയ്ത എമൗണ്ട് ഇവിടെ EMI അടക്കാനോ മറ്റു കാര്യത്തിനോ കിട്ടാതെ വരും. അപ്പോൾ ഇവിടെയുള്ള ബിസിനസ് തകർന്നു പോകും. ഇവിടെ ബിസിനസ് തകർന്നു പോയാൽ എന്ത് സംഭവിക്കും, ഇവിടെ മൈൻഡ് കട്ട് ഓഫ് ആവും. അതായത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത രൂപത്തിൽ സ്റ്റക്കാവും. പക്ഷെ നമ്മളൊരു ലിമിറ്റഡ് പീരീഡ് വരെ നമ്മൾ യുവാക്കളോടൊക്കെ പറയാം, ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മളൊരു സക്സസ്ഫുൾ എത്തി ഒരു പീരിയഡിക്കൽ വരെ നമ്മുടെ അടുത്ത് ബാക്കപ്പ് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്താക്കാൻ പാടുള്ളൂ. അതായത് ഡെഡ് മണി ഉപയോഗിച്ച് മാത്രമേ നമ്മൾ ബാക്കിയുള്ള നമ്മളെ ഈവൻ കോസ്റ്റ്യൂം മുതൽ ഇവൻ നമ്മളെ ഡ്രസ്സ്, നമ്മളെ അതുപോലെ തന്നെ നമ്മളെ വാഹനങ്ങൾ, വീട്, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായം. ഓരോരുത്തരും ഇൻറ്റൻഷൻ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം കഴിഞ്ഞ് സക്സസ്ഫുൾ ആയാൽ മാത്രമേ ഇത് ചെയ്യുന്നത് കൊണ്ട് എന്തുള്ളൂ ഗുണമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഫെൽ ഡൗൺ ആവും. നമ്മൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കപ്പ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് കവർ ചെയ്തു പോകുമ്പോൾ നമ്മൾ മെൻ്റലി ഡൗൺ ആവും. ഈ മെൻ്റലിയും ഫിസിക്കലിയും അതാ ഞാൻ പറഞ്ഞ 18ാമത്തെ വയസ്സ് മുതൽ നമ്മൾ നല്ല എനർജറ്റിക് ആയിരിക്കും. ആ 18ാമത്തെ വയസ്സ് കഴിഞ്ഞ് പഠനത്തിൻ്റെ കൂടെ തന്നെ ബിസിനസ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനും ഉണ്ട്. ഇന്നിപ്പോൾ എല്ലാ ഫെസിലിറ്റീസ് ദെയർ. ഓക്കെ, ഓൺലൈനിൽ പഠിക്കാനും കോളേജിൽ പോയി പഠിക്കാനും അതിൻ്റെ ശേഷം ചെയ്യാം. അപ്പോൾ നമ്മളൊരു 20-22 വയസ്സൊക്കെ ആകുമ്പോൾ ഏകദേശം നമ്മൾ പഠനമൊക്കെ ഒന്ന് കഴിഞ്ഞ് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ എനർജറ്റിക് ടൈമാണ്. അവിടെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സക്സസ്ഫുൾ ആവാൻ പറ്റും. പക്ഷേ ആ ഇൻറ്റൻഷൻ ഇതായിരിക്കണം, ഹാർഡ് വർക്ക് ആയിരിക്കണം. ഞാൻ പറഞ്ഞ പോലെ മോഹത്തിൻ്റെ ബേക്കിൽ പോയി കുഴിയിലും ചാടാം, വിജയത്തിലേക്ക് എത്താം. അതാണ് അതിൻ്റെ ഒരു എക്സാക്ട് തിങ്സ്. അതുപോലെ എനിക്ക് ചോദിക്കാനുള്ളത് വെച്ചാൽ നമ്മളില്ലേ ഈ ബിസിനസ് ട്രാവലിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്നൊരു മൊമെൻ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സങ്കടം എന്നൊരു മൊമെൻ്റ് ഉണ്ടാവും. അങ്ങനെ പെട്ടെന്ന് ആ 2 മൊമെൻറ്റ്സ് ചോദിച്ചാൽ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ബിസിനസ് ട്രാവലിംഗ് നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ തുടക്കമല്ല കേട്ടോ, ഇപ്പോൾ സക്സസ്ഫുൾ ആയതിൻ്റെ ശേഷമുള്ള ഒരു ഓർമ്മകളാണ് സന്തോഷത്തിൻ്റെ പറയാൻ പറ്റുള്ളൂ. അതുവരെ ഈ പറഞ്ഞ പോലെ ടെൻഷനാണ്, ഇതെന്താവും, എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള. ആ സമയത്തിൽ നമ്മൾ അറിയാത്ത ചില ആളുകൾ പോലും നമ്മൾ അറിയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും. ഇന്ന ആളല്ലേ, ഇന്ന ബിസിനസ്സുകളല്ലേ, വർക്കൗട്ട് ചെയ്യുന്ന ഇന്നതല്ലേ. ആ മൊമെൻറ്റിലാണ് നമ്മൾ ശരിക്കും അച്ചീവ്മെൻറ്റ് ഫീൽ കിട്ടുക. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് അറിയാത്ത ഒരാളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സ്ഥലത്ത് പോയി ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ബിസിനസ് അല്ലേ, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ അവർ നമ്മളെ മനസ്സിലാക്കുന്നൊരു സാഹചര്യമുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന സാഹചര്യം അതാണ് ഒരു ബിസിനസ്സുകാരൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ്. കാരണം അയാളെ ട്രസ്റ്റ് ഓൾറെഡി ബിൽഡ് ചെയ്ത് കഴിഞ്ഞു.
ഒരു ബിസിനസ്സിലേക്ക് പോകുമ്പോൾ ഞാൻ ഇന്നതാണ് എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ ഓക്കെ ഹീ ക്യാൻ ഡൂ ദാറ്റ് എന്ന് അവർ ബിലീവ് ചെയ്യുന്ന മൊമെൻ്റാണ് ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും ഹാപ്പിനെസ് മൊമെൻറ്റ്. ആ മൊമെൻറ്റുകൾ ഒരുപാട് പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും നമ്മൾ പോകുമ്പോൾ നമ്മളെ വെൽക്കമിങ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ മലയാളികളുടെ ഇടയിൽ തന്നെ നമ്മൾ അറിയുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് ചെയ്ത ആ ഒരു ഫാമിലി മെമ്പേഴ്സോ അല്ല മറ്റുള്ള ഏതൊക്കെ തലത്തിൽ അവർ അറിഞ്ഞിട്ട് നമുക്കതിൻ്റെ ഒരു വെൽക്കമിങ് കിട്ടുമ്പോൾ വെരി ഹാപ്പി ഫോർ ദാറ്റ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മറക്കാൻ അതൊരു സങ്കടം വന്ന അല്ലെങ്കിൽ സ്ട്രഗിൾ അനുഭവിച്ച ഒരു മൊമെന്റ് ചോദിക്കാം. അങ്ങനെ സ്ട്രഗിൾ അനുഭവിച്ച മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ടാവും. എന്ത് എക്സ്പെക്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച് പോയി ചെയ്ത ബിസിനസ്സുകൾ നമ്മൾ വിചാരിച്ച പോലെ, ഞാൻ എൻ്റെ പാഠങ്ങളും അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് കുറച്ച് മുന്നേ പറഞ്ഞു. നമുക്ക് ഓൺ മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകൾ മാത്രമാണെങ്കിലേ നമ്മൾ എന്താക്കാൻ പാടുള്ളൂ, ചെയ്യാൻ പാടുള്ളൂ. നമ്മളെ കൊണ്ട് അത് മാനേജ് ചെയ്യാൻ പറ്റും, നമുക്കറിയാം. അതിന് മാർക്കറ്റ് സ്റ്റഡി നടത്തിയതിൻ്റെ ശേഷം നമ്മൾ കുറച്ചൊക്കെ സക്സസ് ആയ സമയത്ത് പല ആളുകളോടും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തു, പല കാര്യങ്ങൾ ചെയ്തു. നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു ഇത് കിട്ടാണ്ട് നിൽക്കുമ്പോൾ നമ്മൾ സ്റ്റക്ക്, അതൊരു സങ്കടമല്ല, നമ്മൾ സ്റ്റക്കാവുന്നത്, അത് ട്രസ്റ്റ് ഡൗൺ ആകുമ്പോൾ നമുക്ക് അനുഭവിക്കുന്ന ഒരു സാധനം. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് പറയാൻ പറ്റും, ഒരാളോടും പാർട്ട്ണർഷിപ്പിലുള്ള രീതിയിലുള്ളൊരു ബിസിനസ് ഞാൻ ചെയ്യാറില്ല. അതുപോലെ തന്നെ എൻ്റെ കൂടെ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ശതമാനം അവർക്ക് നമ്മളെ ബിസിനസ്സിൽ നിന്ന് കൊടുക്കുന്ന രീതിയിലായിരുന്നു ചെയ്യാൻ. നമ്മൾ ട്രസ്റ്റ് ചെയ്ത ആളാണ് അവിടെയുള്ള ഖത്തറിലും ദുബൈയിലൊക്കെ അറബികളും മറ്റ് ബന്ധപ്പെട്ട ആളുകൾക്ക്. അവർക്ക് ഞാൻ ബിൽഡ് ചെയ്തൊരു ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റ് എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സാധനം ഉള്ളത് കൊണ്ടും ഞാനത് കൈകാര്യം ചെയ്യും. ഇന്ന് പണ്ടത്തെ കാലഘട്ടം പോലെയല്ല. സങ്കടത്തിൻ്റെ ഒരു മറ്റേ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പണ്ടത്തെ കാലത്തുള്ള ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവായിരുന്നു. ഇന്ന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം പക്ഷേ അവിടെ ഫേക്കാണ് കൂടുതലും നടക്കുന്നത് കൊണ്ടാണ് അവിടെ എല്ലാവരെയും പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മളിവിടെ താജിൻ്റെ അടുത്ത് 150 CR ഒരു പ്രൊജക്റ്റ് ഞാൻ ഓൺ ബിൽഡ് ചെയ്യുകയാണ്. അവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ ഒരു കാര്യമുള്ളൂ. 150 CR നമ്മൾ തന്നെയാണ് ഓൺ എന്താക്കുന്നത്. നമ്മളെ കമ്പനീൻ്റെ UB ഗ്രൂപ്പാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാളും ഇന്നും ഒരാളുടെ കയ്യിൽ നിന്നും ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിച്ച് നിങ്ങൾക്ക് ഇത്ര പ്രോഫിറ്റ് തരാനോ അല്ലെങ്കിൽ നിങ്ങൾ പാർട്ട്ണർഷിപ്പ് കൂടിക്കോ ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കാത്ത രീതിയിൽ ബിസിനസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഓക്കെയാണ്. കാരണം നമ്മൾ ആ ഒരു നിങ്ങൾ പറഞ്ഞ ആ ജേർണിയിൽ വന്ന സങ്കടം എന്ന് പറഞ്ഞാൽ നമ്മൾ ബിലീവ് ചെയ്ത ട്രസ്റ്റ് ചെയ്ത പല ആളുകളും നമ്മൾ പൈസ കൊടുത്ത് ബിസിനസ് ചെയ്തു. നമ്മളോട് പ്രോമിസിങ് ചെയ്ത പല ഘട്ടങ്ങളും കംപ്ലീറ്റ് ചെയ്യാൻ വരാത്ത അവസ്ഥയിൽ നമ്മൾ സ്റ്റക്കായ പല മൊമെൻറ്റുകളുണ്ട്. അപ്പം ഇപ്പോഴുള്ള യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ള വേറൊരു മെസ്സേജ് എന്താ വെച്ചാൽ, ഇൻവെസ്റ്റ് ചെയ്യാൻ എല്ലാവരും റെഡിയാണ്. പണമുള്ള ആളുകളുണ്ട്. അന്നത്തെ കാലത്തൊക്കെ ലാൻഡ് ഈ ചെറിയ ട്രേഡ് അവർ ചെയ്യാന്നല്ലാണ്ട് ഇന്ന് എല്ലാവരുടെ അടുത്തും ഒരു 20 ലക്ഷം ആളുകളുണ്ടെങ്കിലും അവർക്ക് ഈ 20 ലക്ഷം കൊണ്ട് ബിസിനസ് ചെയ്യാന്നുള്ളൊരു ഇൻറ്റൻഷനോടെയാണ് ഇന്ന് എല്ലാവരും നിൽക്കുന്നത്. കാരണം അന്നത്തെ ജനറേഷനിലുള്ള ഒരു 60 വയസ്സുള്ള ആൾ പോലും ഇന്ന് ആ പൈസ കൊണ്ട് ബിസിനസ് ചെയ്യാൻ എന്തെങ്കിലും ഇൻകം വരട്ടെ. പണ്ട കാലത്ത് FD ഇടുക, ഈ തോട്ടത്തിൽ നിന്ന് വരുന്ന വരുമാനം എന്ന് മാത്രമായിരുന്നു എക്സ്പെക്റ്റേഷൻ. ഇന്ന് ഓപ്പർച്യൂണിറ്റീസ് ദെയർ. പക്ഷെ നമ്മൾ കമ്മിറ്റ്മെൻ്റ് ഉള്ളവരാവുകയും മാനേജ്മെൻറ്റ് ചെയ്യാൻ പവറുള്ള ഒരാളായി തീർന്നു കഴിഞ്ഞാൽ എല്ലാ യങ്സ്റ്റേഴ്സിനും സക്സസ്ഫുൾ ആവാനുള്ള എല്ലാ ഓപ്ഷൻ ഇസ് ദെയർ. അപ്പോൾ അതാണ് എനിക്ക് കൊടുക്കാനുള്ളൊരു മെസ്സേജ്. പിന്നെ ആദ്യമായിട്ട് ആരംഭിച്ച യാത്ര 8ാം ക്ലാസ്സിലാണ് തുടങ്ങിയത് പറഞ്ഞു. അപ്പോൾ ആ ട്രാവൽ ഒന്ന് പറയും, ആദ്യമായിട്ട് ആരംഭിച്ചത് എന്തായിരുന്നു? ഞാൻ ആദ്യമായിട്ട് ആരംഭിച്ചൊരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാനന്തവാടി, വയനാട് ജില്ലയിൽ മാനന്തവാടി ടൗണിലായിരുന്നു. അപ്പോൾ അവിടെ ഈ നമ്മളെ പണ്ട് സ്ലിപ്പോൺസിൻ്റെ ചെരുപ്പിൻ്റെ മുട്ടും സ്റ്റാപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിങ്ങനെ കോഴിക്കോട് നിന്ന് മറ്റു സ്ഥലത്തു നിന്നൊക്കെ വന്ന് ഇങ്ങനെ കടകളിൽ സപ്ലൈ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സപ്ലൈയിങ് ചെയ്ത് തുടങ്ങുന്നതിനോടെ അത് ഒരു 40-45 രൂപയ്ക്ക് ഒരു പാക്കറ്റ് ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു. പക്ഷേ അത് മാത്രം പോരാ. കാരണം ആളുകളുമായി നല്ലൊരു റിലേഷൻ ബിൽഡ് ചെയ്തു ഞാൻ. കാരണം എനിക്ക് ഭയങ്കര സ്വീകാര്യതയായിരുന്നു. കാരണം സ്വീകാര്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആളുകളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ചെറിയൊരു ചെക്കൻ വന്ന് സ്റ്റാഫ് മുട്ടൊക്കെ തരുമ്പോൾ എന്നെ കാത്തിക്കുന്ന ആളുകളുണ്ടായിരുന്നു. വേറെ എന്നെക്കാളും പ്രായമുള്ള ആളുകൾ ഇതേ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ ഞാൻ അവരുടെ അടുത്ത് ഡീൽ ചെയ്യുന്ന രീതിയും അവരവരെ മകനെ പോലെ അല്ലെങ്കിൽ അനിയനെ പോലെയൊക്കെ കണ്ടിട്ട് ആ ചെക്കൻ വരും എന്നുള്ള ധാരണയിൽ മാറ്റി വെച്ചു. ഇത് ഞാൻ മനസ്സിലാക്കി. എനിക്കവിടെ എന്തോ ഒരു സ്വീകാര്യത ഉണ്ട് എന്നുള്ള മനസ്സിലാക്കിയപ്പോൾ ഞാനൊരു സമയത്ത് പിന്നെ കർണാടകയിൽ പോവും. അതുപോലെ തന്നെ നമ്മളെ ചെറിയ പ്രായത്തിൽ തന്നെ ബസ് കയറിയിട്ടാണ് പോകും കേട്ടോ. കാറും വണ്ടിയൊന്നുമില്ല. ഈ ബസ്സിൽ 2 കവറിലും എന്താക്കി മുട്ടും സ്റ്റാപ്പും തൂക്കി പിടിച്ചു പോകും. ഒരു ബാഗ് തോളത്തിട്ടിട്ടുണ്ടാവും. ഇത് പോകും. ഇവിടെ ഫിനാൻഷ്യലി ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്കൊരു ബിസിനസ്സുകാരനാവണം, ചെയ്യണം എന്നുള്ള ഒരു രീതിയുണ്ട്. കാരണം എൻ്റെ ഫാദർ പിന്നെ മാനന്തവാടി മാർക്കറ്റിൽ മീനിൻ്റെ ഹോൾസെയിലും റീറ്റെയിലൊക്കെ ആയിട്ടുള്ള കച്ചവടം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫാദറിന് നമ്മളെ മീനിൻ്റെ പരിപാടി അങ്ങനത്തേലൊക്കെ ഒന്നും ഇൻവോൾവ്മെൻറ്റ് ചെയ്യിപ്പിക്കും. പിന്നെ വേറൊരു ഓപ്ഷൻ നമ്മുടെ അടുത്തില്ല, ഓണായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യാന്നുള്ളൂ. അങ്ങനെ ഇത് പോകുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഇരുട്ടി പഴഞ്ചന എന്ന് പറഞ്ഞൊരു ഒരു സ്ഥലത്ത് ഇത് കൊടുക്കാൻ പോവുകയും അവിടെ ഒരു യൂണിറ്റ് കണ്ട് ഞാനൊരു റൂമിൽ നമ്മളെ പണ്ടത്തെ കവാടീസിൻ്റെ ചെരുപ്പ് മറ്റു കാര്യങ്ങളൊക്കെ.
അങ്ങനെ അത് അവിടുന്ന് അത് ചെയ്ത സാധനം ഞാൻ അവരുടെ അടുത്തുനിന്ന് വേറെ പണിക്കാരെ കണക്ട് ചെയ്ത് പുറത്ത് പോയി കോഴിക്കോട് പോയി അന്ന് സാധനമൊക്കെ എടുത്ത് മാനുഫാക്ചറിങ് യൂണിറ്റാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം 8ാം ക്ലാസ് പഠിക്കുന്ന ഞാൻ ഒരു 5 ആളുകൾക്ക് ജോബ് കൊടുക്കുന്നു. അപ്പം ഈ ആളുകൾക്കൊക്കെ ചെരുപ്പ് കൊണ്ടുപോയി കൊടുക്കും, ഇങ്ങനെ ചെയ്യും. അത് സത്യത്തിൽ അത് ഭയങ്കര ഫ്ലോപ്പായിരുന്നു. കാരണം പിന്നീട് എന്തായി, ഭയങ്കര ഡൗൺ ആയി. അങ്ങനെ ഇതിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എന്നാലും കുഴപ്പമില്ലാത്ത രൂപത്തിൽ, നഷ്ടം എന്നല്ല, ഭയങ്കര വലിയ പ്രോഫിറ്റിൽ, എന്നാലും ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ പേയ്മെൻറ്റ് എനിക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഇവിടെ ഒന്നും എത്തിയാൽ എനിക്ക് എന്താവില്ല, ഞാൻ ഉദ്ദേശിച്ച ഡ്രീമിലേക്ക് എത്താനുള്ള പറ്റൂല എന്നുള്ള രീതി ഉണ്ടായിരുന്നു. എൻ്റെ ഫാദറിൻ്റെ ഒരു കണക്ഷനിലൊരാൾ അവിടെ കടയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവിടെ ഒരു 1.5 കൊല്ലത്തോളം വർക്ക് ചെയ്ത് ഞാൻ അറബികളൊക്കെ എത്രയും പെട്ടെന്ന് അറബി പഠിച്ചു. കാരണം എൻ്റെ അറബി എന്നല്ല, ഏത് ഭാഷയും ഏത് കാര്യങ്ങളും ഒരാൾക്ക് നമ്മളെ മനസ്സിൽ നമുക്കിത് നേടണം എന്നുള്ള ഒരു ചിന്താഗതി നമ്മൾ ദൃഢമായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തും അച്ചീവ് ചെയ്യാൻ പറ്റും. ഇനി ഭാഷകളോ, ഇനിയിപ്പോൾ പാറക്കല്ല് വരെ നമുക്ക് ചുമന്ന് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് ആ ഒരു കോൺഫിഡൻറ്റ് നമുക്കുണ്ട് നമ്മൾ അതിന് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അത് ചെയ്തു, ഞാനത് പഠിച്ചു. ഞാൻ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും പഠിച്ചു. പിന്നെ സ്വന്തമായിട്ടുള്ള ഞാൻ അവിടുത്തെ മാർക്കറ്റ് സ്റ്റഡി നടത്തി. നമ്മൾ ഏത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും ഒരു നാടിൻ്റെ പൾസും അവിടുത്തെ ബിസിനസ്സിൻ്റെ രീതികളും അവിടെ എന്ത് പോകും, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള പഠനം നടത്തിയിട്ട് ചെയ്യുകയാണെങ്കിൽ മുന്നോട്ട് പോകും. അങ്ങനെ അവിടെ പഠനം നടത്തി അങ്ങനെ പല മേഖലകളിലേക്ക് ഗോൾഡിൻ്റെ ചെറിയ യൂണിറ്റ്സ് ടു മാനുഫാക്ചറിങ്. ഇന്ന് നമ്മൾ മൈനിങ് മുതൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന വലിയ കമ്പനികൾ വരെ നമ്മളെടുത്തുണ്ട്. അതുപോലെ തന്നെ പെട്രോളിയം ട്രേഡിങ്, ജിമ്മുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ഷോപ്പിംഗ് സെൻറ്ററുകൾ, അതുപോലെ തന്നെ ഇവിടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ, ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലേക്കും ഒരു മേഖലയിൽ നിന്ന് മാത്രം വരുന്ന ഒരു ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് അല്ലായിരുന്നു ചെയ്തത്. ഒരുപാട് മേഖലകളിൽ നിന്നുള്ള ബിസിനസ്സുകൾ ചെയ്തു. ഇപ്പോൾ പുതിയൊരു ഐഡിയ കൊണ്ട് വരികയാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നതോടെ നമ്മളെ കൊണ്ടും അത് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻറ്റിൽ എല്ലാ ബിസിനസ്സും ഇന്ന് ചെയ്തിട്ടുണ്ട്. എനിക്ക് യോജിക്കുന്ന, എനിക്ക് അനുയോജ്യമാകുന്ന രീതിയിലുള്ള എന്തൊക്കെ ബിസിനസ് ഉണ്ടോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിട്ടുണ്ട്. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സക്സസ്. ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ അകത്ത് നിന്ന് വരുന്ന പ്രോഫിറ്റ് എടുത്ത് എൻജോയ്മെൻറ്റ് ചെയ്ത് ഫ്ലൈ ചെയ്യാതെ അത് വേറൊരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് അടുത്ത ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ബിസിനസ്സിൽ വരുന്ന നമ്മളെ താഴ്ചകളും കയറ്റങ്ങളും നമ്മൾ അടുത്ത ബിസിനസ്സിൽ നിന്നും കൂടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ 1 മാൻ ഷോ എന്ന് പറഞ്ഞ പോലെ ഒരാൾ ഒരു കാര്യം കൊണ്ട് മാത്രം ചെയ്ത് ഒരാളങ്ങ് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളില്ലാത്ത അഭാവത്തിൽ ഇവിടെ ഡൗൺ ആവും. അപ്പോൾ നമ്മളൊരു ടീമിനെ ബിൽഡ് ചെയ്തോടെ അപ്പം അവർക്കും ഓപ്പർച്യൂണിറ്റി കിട്ടും. നമ്മളെയും സംബന്ധിച്ചിടത്തോളം നമ്മളില്ലെങ്കിലും ഇവിടെ വർക്കൗട്ട് ആവും. അവിടെ അടുത്ത സെഗ്മെൻറ്റ് ഓഫ് ബിസിനസ്സുകൾ, പുതിയ തലങ്ങളിലേക്കുള്ള ബിസിനസ്സുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ കയറുമ്പോൾ എല്ലാ വിധത്തിൽ നിന്നുള്ള ചിലപ്പോൾ നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിനെക്കാളും നല്ലൊരു ബിസിനസ് നെക്സ്റ്റ് നമ്മൾ പുതിയതായിട്ട് കണ്ടെത്തിയൊരു ബിസിനസ്സിനുണ്ടാവും. അതിന് നമ്മൾ ഇറങ്ങി തിരിച്ച് അതിൻ്റെ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വർക്കൗട്ട് ആവുള്ളൂ. അപ്പോൾ അതാണ് എൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ഒരു സക്സസ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ മാനേജ് ചെയ്യും. ഈവൻ ഒരു ചെറിയ മുട്ടുസൂചി വാങ്ങണമെന്നുണ്ടെങ്കിൽ ഐ നോ ഹിറ്റ് ഈ മുട്ടുസൂചി ഇന്ന ആവശ്യത്തിനാണ് വാങ്ങേണ്ടത്. അത് ഓരോന്നിനും ഓരോ കമ്പനി ഇന്നത്തെ ന്യൂ സെറ്റപ്പ് പ്രകാരമുള്ള സിസ്റ്റത്തിലാണെങ്കിലും ആപ്ലിക്കേഷൻ ത്രൂ ആണെങ്കിലും എവറിത്തിങ് അലേർട്ട് വരുന്ന സിസ്റ്റത്തിലേക്കാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇവിടെ ഇരുന്നുകൊണ്ട്. 6 കൺട്രിയിലോ 7 കൺട്രിയിലോ 10 കൺട്രിയിലോ 20 കൺട്രിയിലോ ചെയ്യാൻ പറ്റും. നമ്മളെടുത്തുനിന്ന് ചില പണ്ടുള്ള ആളുകൾക്കുള്ള ഒരു ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല. അവരൊരു സ്ഥാപനം ഇട്ട് കഴിഞ്ഞാൽ അവിടുന്ന് അവർ നീങ്ങിയാൽ എന്താവില്ല, പിന്നെ അവിടെ ഒരു കടുക് മണി വരെ വെക്കാൻ പറ്റില്ല. അപ്പോൾ എന്താവില്ല, അവർക്ക് ഫാമിലി ഉണ്ടാവില്ല, ഇവിടെ ഇതും ഉണ്ടാവില്ല, അടുത്ത ബിസിനസ്സിന് പോകാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവരില്ലെങ്കിൽ അവിടെ നടക്കില്ല. കാരണം ഇത് വെച്ചത് എവിടെയാണെന്ന് അവർക്കേ അറിയുള്ളൂ. ഒരാൾ വന്നാൽ പുതിയൊരാളോട് എവിടെ വെച്ചതെന്ന് വെച്ചാൽ അറിയില്ല. അപ്പോൾ ഇന്ന് ഫുൾ സിസ്റ്റം മാറി നമുക്ക്. കാരണം എന്താ പറയുക, സോഫ്റ്റ്വെയർ വന്നു, പല കാര്യങ്ങളും വന്നു. നമുക്ക് എവിടെ ഇരുന്നിട്ടും നമ്മളെ ബിസിനസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കൊരൊറ്റ കാര്യമുള്ളൂ, നമ്മളതിന് ഫോക്കസ് ചെയ്യുക, അതിന് നമ്മൾ ഫുൾ കെയർ കൊടുക്കുക. ശരിക്കും ഈ ഒരു ബിസിനസ്സിന് നമ്മൾ നന്നായിട്ട് കെയർ കൊടുത്താൽ മാത്രമേ എന്താവുള്ളൂ, അതുണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ അതിൽ വരുന്ന നമ്മൾ പറഞ്ഞ പോലെ മരത്തിനൊക്കെ വരുന്ന ചെതൽ പോലെ അവിടെ ഇവിടെയൊക്കെ കേടുകളുണ്ടാവും. ആ കേടുകൾ വരാതെ സംരക്ഷിച്ചാൽ മാത്രമേ അത് നമുക്ക് യൂസ്ഫുൾ ആവുള്ളൂ. അത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. ഇനിയിപ്പം ഏകദേശം 8ാം ക്ലാസ് തുടങ്ങി ഇന്ന് 32 വയസ്സിൽ 32 വയസ്സിലെത്തി. ഏകദേശം ഒരു 600ഓളം സ്ഥിരം ജോലിക്കാരുണ്ട്. അല്ലാതെ വരുന്ന 1000-ൽ കൂടുതൽ ആൾക്കാരെ വരുന്നുണ്ട് ജോലിക്ക്. ഇത്രയും ആളുകൾക്ക് ജോലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു സംഭവമാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരാളല്ല, ഒരു ഫാമിലിയാണ്. 600ഓളം ഫാമിലിയാണ് നിങ്ങളുടെ ഉപജീവന മാർഗം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു മൊമെന്റ് ആലോചിക്കുമ്പോൾ എത്രത്തോളം സന്തോഷമുണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ 10-600 ആളുകളുടെ മുകളിൽ നമ്മളെ സ്ഥാപനത്തിൽ ഉണ്ട്. ഈ 1000 ചില്ലറ ആൾ ഈ ഓണായാലും ഇതായാലും ഇനി അല്ലെങ്കിലും നമ്മൾ പല ആളുകളുടെയും ചില സമയത്ത് ഈ മക്കളെ വിളിക്കുന്ന സമയത്ത് ഞാൻ എല്ലാവരോടും നല്ല കണക്ഷൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു
ഒരു മുതലാളി എന്നുള്ള രൂപത്തിലോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണർ എന്നുള്ള രീതിയിലോ ആളുകളെ ഞാൻ എൻ്റെ സ്റ്റാഫുകളെയോ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആളുകളെയോ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാറില്ല. അപ്പോൾ അവരെ ഉമ്മമാരും അവരമ്മമാരൊക്കെ ഇടയ്ക്ക് വിളിക്കും, മോനെ എവറിത്തിങ് ഓക്കെയാണ്, അപ്പോൾ മോനൊന്നത് ചെയ്തത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദാറ്റ്സ് പ്രൗഡ് മൊമെൻറ്റ്. എന്താ അറിയോ, ഇതിൽ നമ്മൾ അഭിമാനവും പോരാണ്ട് ഇവരെയൊക്കെ പ്രാർത്ഥന എന്ന് പറയുന്നൊരു സാധനം എക്സാക്റ്റ് ആയിട്ടുണ്ടാവും. ഈ നമ്മൾ ഈ പറയുന്ന ഞാൻ ഇപ്പം അടുത്ത് റീസെൻ്റ് ഇപ്പം എൻ്റെ ഒരു കമ്പനിയിലുള്ള ഒരാളെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ചെറിയ പ്രായത്തിലാണ് കയറ്റി, ഒരു 10-22 വയസ്സിലാണ് നമ്മൾ കയറ്റുന്നത്. അപ്പോൾ എന്നോടൊരു മോനത് കയറ്റുകൊണ്ട് മോനെക്കുറിച്ച് പറയാനേ നേരമുള്ളൂ, ഈ ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡ്രഗ്സും മറ്റു കാര്യങ്ങളും പേടിയാണ് മോനെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് എത്രയാണെന്ന് വെച്ചിട്ട് കുട്ടികളെ നോക്കാൻ പറ്റും. പക്ഷെ ഇപ്പം നിങ്ങളെപ്പോലെ ആവണം എന്നുള്ള ചിന്താഗതിയിലാണ് നിൽക്കുന്നത്. ഞാൻ പടച്ചവനാക്കി കൊടുക്കട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വരാനുള്ളത് എൻ്റെ അടുത്ത് വരും. ഓരോരുത്തർക്കും ദൈവം വരുമ്പം കണക്കാക്കിയിട്ടുണ്ടാവും എന്ന് പറയുന്നില്ല. പക്ഷെ അതിന് ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ദൈവം വരാനുള്ള തരും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞ ഈ 600 ആളുകളിലും ഇത് ചെറിയൊരു അനുഭവം പറഞ്ഞു, ഇതുപോലെ പല അനുഭവങ്ങളും നമുക്ക് ഉണ്ടാകുമ്പോൾ ദൈവം അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ബ്ലെസ്സിങ് നമുക്ക് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം 1000 എന്നുള്ളതിന് 1500 ആക്കണം. ഞാൻ പറഞ്ഞ പോലെ റെസ്റ്റ് എടുക്കൽ കുറവാണ്. എപ്പോഴും ഇങ്ങനെ ട്രാവലിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത ബിസിനസ് എന്ത്, അടുത്തൊരെന്ത് എന്നുള്ള നിലയിൽ എപ്പോഴും എൻഗേജ്ഡ് ആവുക. അതാണ് നമ്മളെ മോട്ടീവ്. ഇനി എന്താണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്ര, എന്തൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം ഞാൻ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഏകദേശം 600 കോടിൻ്റെ മുകളിൽ എൻ്റെ വർത്ത് ഉണ്ട്. അപ്പോൾ അതൊരു 1000 കോടിയിലേക്ക് എങ്ങനെയെങ്കിലും ഓടിപ്പിടിച്ച് എത്തിക്കുക. എന്നിട്ട് അടുത്തൊരു 5 ഇയർ കഴിഞ്ഞിട്ട് ഒരു MLA മിനിസ്റ്ററോ എന്തെങ്കിലും ആയിട്ട് ഇവിടെ കൈകാര്യം ചെയ്ത് എന്താ വെച്ചാൽ ഒരു പവറും അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പൈസേൻ്റെ വേക്കിലല്ല അവിടെ, കാരണം അത് മരിക്കുമ്പോൾ ആരും ഒന്നും കൊണ്ടാവില്ലല്ലോ. ഇനി രണ്ടാമത്തെ വേണ്ട ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താക്കുക, ജനങ്ങളെ സേവിക്കുക എന്നുള്ള മാത്രമല്ല, എല്ലാവരും പറയുന്നല്ലോ അതൊന്നും മാത്രമൊന്നുമല്ല, ആ പവർ കൂടെ കിട്ടുക, അതും കൂടെ ഒന്ന് എൻജോയ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. തീർച്ചയായിട്ടും നിങ്ങളെ ആഗ്രഹങ്ങളൊക്കെ അതുപോലെ തന്നെ നിങ്ങളിലൂടെ കുറേ ആളുകൾക്ക് അവിടേക്ക് എത്തിപ്പെടാൻ പറ്റട്ടെ. കാരണം വെച്ചാൽ ഇപ്പം നിങ്ങൾ പറഞ്ഞ നിങ്ങൾ 1000 കോടിയിലേക്ക് എത്തുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു വീണ്ടും ഒരു 500-600 ആൾക്കുള്ള ജോലി അവസരം കിട്ടുകയാണ്. പിന്നെ ഞാൻ കേൾക്കാനിടയുണ്ടായി നമ്മളെ മുണ്ടക്കയത്തുള്ള പ്രശ്നത്തിന്റെ സമയത്ത് വലിയൊരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ, മുണ്ടക്കയത്തിൻ്റെ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളായിരുന്നു റീബിൽഡ് വയനാട് എന്നുള്ള സ്റ്റാർട്ടപ്പ് തുടങ്ങിയത്. കാരണം ഞാൻ അന്ന് പുറം രാജ്യത്തായിരുന്നുണ്ടായേ. അപ്പോൾ നമ്മൾ വിളിക്കാനൊക്കെ ഒരുപാട് ആളുകൾ വിളിക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അന്നേരത്തെ സാഹചര്യത്തിൽ നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു പ്രൊജക്റ്റ് താജിൻ്റെ അടുത്ത് ഒരു പ്രൊജക്റ്റ് 150 CR പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഇതാക്കിയിരുന്നു. ആ സമയത്ത് നമ്മൾ അനൗൺസ് ചെയ്തു പിന്നെ ഇങ്ങനെ അവിടെയുള്ള ആളുകൾക്ക് ജോബ് കൊടുക്കുക, കൈകാര്യങ്ങൾ ചെയ്യുന്ന അതിൻ്റെ പ്രൊജക്റ്റ് ഓൺ ഗോയിങ് ആണ് കേട്ടോ. അപ്പം അതിൽ ഇന്ന ആളുകൾക്ക് ജോബ് കൊടുക്കുക. കാരണം ഇവിടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരത്തെ സമയത്ത് വയനാട്ടിലേക്ക് ആളുകൾ വരിക എന്നുള്ളത് വളരെ ഭയത്തോടെയായിരുന്നു കണ്ടത്. ഞാൻ നമ്മൾ ദുബൈയിൽ നിന്നുള്ള നമ്മളൊരു ബിസിനസ് പാർട്ട്നേഴ്സും അവരെ കൊണ്ടുവന്ന് ഇവിടെ പിന്നെ കം ടു വയനാട് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ട്വീറ്റും റീലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇറക്കി ആളുകളുടെ ഉള്ളിലുള്ള ഭയം മാറ്റാൻ ശ്രമിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മൾ വയനാടുകാരെ ഏറ്റവും കൂടുതൽ അവിടെ അത്രയും ദുരം അനുഭവിച്ച കൂട്ടത്തിൽ വയനാട്ടിൽ ഒരുപാട് ആളുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ പോലുള്ള ആളുകൾ പല ബിസിനസ്സും പുറത്താണ് ചെയ്യുന്നത്. ഇവിടെയുള്ള ബിസിനസ്സിനെ ടൂറിസ്റ്റുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ ആളുകൾ വരാൻ ഭയപ്പെട്ടു. മറ്റു കാര്യം പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെയുള്ള ബ്രോക്കേഴ്സ്, റിയൽ എസ്റ്റേറ്റ് അവർക്കൊന്നും ബിസിനസ് നടക്കാത്ത സിറ്റുവേഷൻ എത്തി. ചില ആളുകൾക്ക് ഈ സ്ഥലം വിറ്റിട്ട് വേറെ ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യണം, അവർക്കൊന്നും വിൽപ്പന നടക്കാതെ വന്നു. അങ്ങനത്തെ സാഹചര്യം വന്ന സമയത്താണ് എല്ലാവരും നമ്മളോട് പറഞ്ഞു ഈ സമയത്ത് ഈ പ്രൊജക്റ്റ് അനൗൺസ് ചെയ്യരുത്, ഒരു നാട് ഇങ്ങനെ ദുഃഖത്തോടെ നിൽക്കുമ്പോൾ നിങ്ങൾ ഇത്രയും വലിയൊരു ബിസിനസ് അനൗൺസ് ചെയ്തത്. ഞാനപ്പോൾ ആളുകളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഒരു സാഹചര്യത്തിലാണ് വയനാട്ടുകാരനെന്ന് ഞാൻ എന്താക്കേണ്ടത്, ഇത്രയും വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള ഓഫർ കൊടുക്കേണ്ടത്, ചെയ്യേണ്ടത്. അപ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒരു 40 CR ലാൻഡ് പർച്ചേസ് ചെയ്തു. അവിടെ ലാൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്ത് ഇപ്പം വർക്ക് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനിതിന് തയ്യാറായപ്പോൾ എന്നെ അറിയുന്ന അല്ലെങ്കിൽ എന്നെ അറിയാത്ത ഞാൻ കൊടുത്ത ഇൻ്റർവ്യൂകളിലും മറ്റ് ഉള്ള ആളുകൾക്കൊക്കെ കണ്ട ആളുകൾ, അറിഞ്ഞ ആളുകൾ, ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് വന്നു. കാരണം വയനാടിൻ്റെ പൾസ് അറിയുന്ന, വയനാടിനെ അറിയുന്ന ആളുകൾക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ നമുക്കും ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഇൻറ്റൻഷൻ കൊടുക്കാൻ പറ്റി. ആ കൊടുക്കാൻ പറ്റിയതോടെ ഇവിടെ കുറേയൊക്കെ ഗ്രോത്ത് ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ ചെറിയൊരു എമൗണ്ട് അല്ലല്ലോ, 150 CR വയനാട്ടുകാരൻ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തയ്യാറാവുന്നു. അത് വയനാടിനൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് മറ്റുള്ള ആളുകളിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു മോട്ടിവേഷനാണ്. അതായത് ഇൻഫർമേഷൻ ടു ആളുകളിലേക്ക് ചെയ്യാം, ഇവിടെ ഒരു കുഴപ്പമില്ല. കാരണം ഇവിടെ എന്തെങ്കിലും ചെയ്താൽ ഈ പറഞ്ഞ പോലെ മുണ്ടക്കയോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ ഒക്കെ ദുരിതം അനുഭവിക്കുന്നവർക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമ്മൾ ആദ്യം സ്റ്റേബിൾ ആയാലേ നമുക്ക് ഓപ്പോസിറ്റുള്ള ഒരാളെ കൈപിടിക്കാൻ പറ്റുള്ളൂ.
വയനാട് സേഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റി. അതെ, വയനാട് സേഫ് ആണെന്നുള്ളത് നമ്മൾ എല്ലാ രീതിയിലും അറിയിച്ചു, അറിയിക്കാൻ പറ്റി. പിന്നെ അത് ഒരുപാട് മീഡിയകളും സർക്കാരുകളൊക്കെ ഇതേപോലെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, ചെയ്തു. അപ്പം അതൊക്കെ റീബിൽഡ് വയനാട് എന്നുള്ള ഒരു ക്യാമ്പയിൻ തന്നെ നമ്മളായിരുന്നു സെറ്റ് ചെയ്തത്. ഫസ്റ്റ് എല്ലാ മീഡിയക്കാരെയും വിളിച്ച് ന്യൂസിലും എല്ലാത്തിലും കൊടുത്ത് നമ്മളായിരുന്നു സ്റ്റാർട്ടപ്പ് തുടങ്ങിയൊരു സാധനം. നിങ്ങൾ കേരളത്തിന്റെ റോക്കി ബായ് എന്ന് പറയുന്ന കേട്ടുള്ളതാണോ? അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ വയനാട് ജില്ല എന്നോ കേരളമെന്നോ അല്ലെങ്കിൽ പുറത്തുള്ള സംസ്ഥാനങ്ങളോ, നമ്മൾ ആഫ്രിക്കയിൽ വൺ ഓഫ് ദി മലയാളിയിൽപ്പെട്ട ഒരാൾ മൈനിങ് ചെയ്യുന്ന ഒരാൾ ഞാനാണ്. എൻ്റെ കമ്പനിയാണ്, യു ബി ഗ്രൂപ്പാണ് ചെയ്യുന്നത്. ആഫ്രിക്കയിലെ പല സ്ഥലങ്ങളിലും ലാൻഡ് നമ്മൾ ലീസ് ചെയ്തിട്ട് അവിടെ നിന്ന് ഗോൾഡ് എടുത്ത് നമ്മൾ മൈൻ ചെയ്ത് പ്രൊഡക്ഷൻ ചെയ്യുന്ന യൂണിറ്റ്സ് പ്രൊഡക്റ്റ് ചെയ്തിട്ട് നമ്മളെ സ്ഥാപനത്തിലേക്കും പിന്നെ വിദേശങ്ങളിലെ ഇന്ന് നമ്മളെ പല വമ്പന്മാരായിട്ടുള്ള പല കമ്പനികൾക്ക് പോലും നമ്മൾ പ്രൊഡക്റ്റ് ചെയ്തിട്ട് നമ്മളെ കമ്പനി കൊടുക്കുന്നതുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നെ പരിചയമുള്ള പല ആളുകളും ആ രൂപത്തിലൊക്കെ സംസാരിക്കലുണ്ട്. എന്ത് ഗോൾഡിനെ കുഴിച്ചെടുക്കാൻ പോയവനെന്നൊക്കെ തമാശ രൂപേണ പറയുന്നതുണ്ട്. അത് എക്സാക്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നൊരു ബിസിനസ്സാണ്. ആഫ്രിക്കയിൽ നമ്മൾ ഗോൾഡ് മൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ അത് മൈൻ ചെയ്ത്, അതായത് നമ്മൾ അതിൻ്റെ ഒരു മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ബിസിനസ് പാർട്ടിൽ വരുന്ന പോലെ ഈ റോ മെറ്റീരിയലും കൂടെ എവിടെ നിന്ന് കളക്ട് ചെയ്യുന്നു, ഇത് എങ്ങനെ വരുന്നു എന്നുള്ള പഠനം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പിന്നെ ഇത് ഇന്തോനേഷ്യയിലും അതുപോലെ തന്നെ ആഫ്രിക്കയിലൊക്കെയാണ് കൂടുതലുള്ളത്. ആഫ്രിക്ക നമുക്ക് കുറച്ചും കൂടെ ഈസി ക്യാൻ സെൽ. ഓക്കെ. പിന്നെ അവിടെ ലേബർ കോസ്റ്റും അതുപോലെ ലാൻഡ് നമുക്ക് ഈ ലീസിന് എടുക്കാൻ വേണ്ടി പറ്റും. ലാൻഡ് ലീസിന് എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആൾക്ക് നമ്മൾ ഇത്ര പെർസെൻറ്റേജ് കൊടുത്തിട്ട് നമ്മൾ ലാൻഡ് ലീസിന് എടുക്കും. അതിന് മുന്നേ നമ്മൾ അവിടെയുള്ള പ്രൊഡക്റ്റ് എടുത്ത് പിന്നെ വെരിഫൈ ചെയ്ത് അവിടെ എത്രത്തോളം പിന്നെ ഖനനം ചെയ്യാൻ പറ്റും എന്നുള്ള കൺഫർമേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ ലാൻഡ് ചെയ്ത് ഈ മൈനിങ് ചെയ്യും. ഇപ്പോൾ ഈ മൈനിങ് ചെയ്യുന്നതോടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് തന്നെ ഓൾറെഡി ഓൺ പ്രൊഡക്ഷനോടെ നമുക്ക് ഈ സാധനം പ്രൊഡക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ മാനുഫാക്ചറിങ്ങും നമുക്ക് തന്നെ ചെയ്ത് സെല്ല് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഇതുകൊണ്ട് ആളുകൾ പറയും, എൻ്റെ KGF പടമൊക്കെ ഇറങ്ങിയപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിരുന്നു, ആ സംഗതി ഓന് സ്വർണ്ണം കാണാൻ വേണ്ടി പോയ പോലെ ഇനി ആഫ്രിക്കയിലൊക്കെ പോയി എന്നുള്ള ആ ഒരു രീതിയിൽ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചില ആൾ തമാശയിൽ പറയുന്ന ഒരു കാര്യമാണ്, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ ഇഷ്ടമുള്ളൊരു സാധനം. ഈ ഗോൾഡിൻ്റെ ബിസിനസ്സിൽ പിന്നെ നമ്മൾ ഈ സ്മഗ്ലിങ്ങിന് മാത്രമുള്ളൊരു സാധനമല്ല, ഇതൊരു തരം ട്രേഡാണ്, ഒരു ട്രേഡിംഗ് ആണിത്. ഇതൊരു പ്രൊഡക്റ്റ് നമ്മൾ കാപ്പി ഏലം എന്നൊക്കെ വെക്കുന്ന പോലെ, പണ്ട് ഇവിടെയുള്ള കറുത്ത മുത്ത് എന്നൊക്കെ പറയുന്ന മറ്റേ നമ്മളെ കുരുമുളകൊക്കെ അന്ന് സ്വർണ്ണത്തിനേക്കാളും വാല്യൂ ഉള്ള സാധനമായിരുന്നു. ഇപ്പം നമ്മൾ അത് ഇവിടെ നിന്ന് ഇങ്ങനെ മണ്ണെന്ന് എടുക്കുന്നില്ല. അതേപോലെ തന്നെ ഈ സ്വർണ്ണം തന്നെ ഖനനം ചെയ്തിട്ട് ഇതിന് ഒരിക്കലും ഈ ടാക്സ് വെട്ടിച്ചിട്ടൊന്നും എല്ലാ ലീഗൽ പ്രൊസീജിയറും ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ ഈ ബിസിനസ്സും നമുക്ക് ചെയ്യാൻ പറ്റും. അതൊരിക്കലും സ്മഗ്ലിങ്ങിന് മാത്രമുള്ള പൈസ ഉണ്ടാക്കാൻ പറ്റുന്നൊന്നുമില്ല. ഇത് ഗോൾഡ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ആദ്യം ചിന്തിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഓന് പിന്നെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് അങ്ങനെ ആക്കുന്നത് ഇങ്ങനെ. ഇത് മാത്രമല്ല ഇതിൻ്റെ പ്രോപ്പർ വേ, അതായത് എല്ലാ ഗവൺമെൻറ്റുകളും അപ്രൂവ്ഡ് ചെയ്ത ലൈസൻസ്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ചെയ്യാനുള്ള ലൈസൻസ്, ഇത് ത്രൂ ഔട്ട് നമ്മൾ അവരെ ടാക്സ് അടച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെ ഇത് ചെയ്യാം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ ഒരാളെടുത്തു നിന്ന് പ്രൊഡക്റ്റ് എടുത്ത് അതിൻ്റെ ക്വാളിറ്റി ഓഫ് എത്രയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മൾ തന്നെ മൈനിങ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റബിൾ ആണ്. നമുക്ക് എപ്പോഴും നമ്മുടെ സ്റ്റോക്ക് അവൈലബിലിറ്റിയും കിട്ടും. പിന്നെ നമ്മൾ പുറത്തുള്ള ഒരാൾക്ക് ഇത് സെയിൽ ചെയ്തിട്ട് ഇതിന് കാത്തിക്കേണ്ട ആവശ്യമില്ല. എല്ലാം അതിൻ്റെ അപ് ടു ലാസ്റ്റ് എൻഡ് വരെയും നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട്. പ്രൊഡക്റ്റും നമ്മൾ ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷനും ചെയ്യുന്നുണ്ട്, സെല്ലും നമ്മൾ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യവും. അപ്പോൾ അതാണ് എന്ത് നമ്മളെ ഗോൾഡിൻ്റെ വേർഷൻ ഓഫ് സാധനം. നല്ലവനെ ഗുണ്ടായിസൊന്നും ഇല്ലാത്ത നല്ലവനെ നല്ല രീതിയിൽ പോയി ബിസിനസ് ചെയ്ത് കൈകാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ. അപ്പം അവസാനമായിട്ട് ഞാൻ ഇതിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതായത് നമ്മൾ ഇനി വരുന്ന എൻ്റർപ്രണേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ കുറേ കാലം ഡീറ്റെയിൽഡ് പറഞ്ഞു. ഒറ്റ വേർഡിലൊരു കോഴ്സ് എന്നുള്ള ലെവലിൽ പറയുകയാണെങ്കിൽ പുതിയ ആളുകളോട് പറയാനുള്ള കാര്യം എന്താണ്? ഒറ്റ വേർഡിൽ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. എന്തറിയാമോ? സ്വപ്നത്തിൻ്റെ പിന്നാലെ പോകുന്ന യുവാക്കളാണ് എല്ലാവരും. ഓക്കെ, ഈ സ്വപ്നത്തിൻ്റെ പിന്നാലെ തന്നെ പോവാം. പക്ഷേ ഈ സ്വപ്നം നമ്മളെ കുഴിയിലും വീത്തും നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കും. അപ്പോൾ ഈ കുഴിയിൽ വീത്താതെ വിജയത്തിലേക്ക് എത്തിക്കുന്ന പാത പിന്തുടരാൻ ശ്രമിക്കുക. അതാണ് അതിൻ്റെ മെയിൻ ഇൻറ്റൻഷനും അതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഹാർഡ് വർക്കാണ്. ഹാർഡ് വർക്കോടെ ചെയ്യുന്നതേ നിലനിൽക്കുള്ളൂ. മോഹത്തിൻ്റെ പിന്നിൽ പോകുന്നതെല്ലാം എന്താവും? മോഹം എന്ന അതുമാത്രമുള്ള ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ടുള്ളൊരു സാധനം ഈസി ക്യാൻ നമുക്ക് ബൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഈസിയിൽ കിട്ടുന്ന ഒരു സാധനത്തിലേക്ക് ചിന്തിച്ചാൽ നമ്മൾ ഫെൽ ഡൗൺ ആവും. അപ്പം അതാ ഞാൻ പറഞ്ഞത്, മോഹത്തിൻ്റെ പിന്നിൽ പോവുക, പക്ഷേ അത് കുഴിയിൽ വീത്താതെ നമ്മൾ വിജയത്തിലേക്ക് നയിക്കുന്ന മോഹത്തിൻ്റെ ബേക്കിലേക്ക് പോവാം. അതാണ് എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. കാരണം കുറേ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഞാൻ തന്നെ കുറേ ഇൻസ്പയർ ആയി. എൻ്റെ മുമ്പോട്ടുള്ള ബിസിനസ്സിൽ നിങ്ങൾ പറഞ്ഞ കുറേ കാര്യം എനിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പം ഇത് കാണാൻ പോകുന്ന ആളുകളും
ഇതിൻ്റെ ചെറിയ റീൽസ് കാണുന്ന എല്ലാ ആളുകൾക്കും ഇത് വളരെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് എവരി വൺ. നമ്മൾ ഇൻ്റർവ്യൂ എടുത്തും നമ്മളെ ഈ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും അത് അവർക്കൊക്കെ ഇൻസ്പയർ ആവുകയാണെങ്കിൽ നാളെ എനിക്ക് ദൈവത്തിൻ്റെ അടുത്തുനിന്നും അവരെ ഫാമിലീൻ്റെ അടുത്തു നിന്നൊക്കെ ഉള്ളൊരു ബ്ലെസ്സിങ്, അയാളുടെ അത് കേട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി, ഈ ഒരു കുഴിയിൽ നിന്ന് വീഴുന്നിടത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റി എന്നുള്ളൊരു ചിന്താഗതി വന്നാൽ തന്നെ നമുക്കും അതൊരു വേറൊരു ബ്ലെസ്സിങ്.